നമസ്കാരം. രാജ്യസഭ. രാജ്യസഭ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഏത് സഭയാണ്? മുകളിലെ സഭ. അപ്പർ ഹൗസ്. രാജ്യസഭ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഏത് സഭയാണ്? മുകളിലെ സഭ. രാജ്യസഭയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം 250. രാജ്യസഭയിലെ അംഗങ്ങളുടെ പരമാവധി എണ്ണം 250. ഇപ്പോൾ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എത്ര? 238. ഇപ്പോൾ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എത്ര? 238. രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12. രാജ്യസഭയിലെ നാമനിർദ്ദേശം ആര് ചെയ്യുന്നു? രാഷ്ട്രപതി. രാജ്യസഭയിലെ നാമനിർദ്ദേശം ആരും ചെയ്യുന്നു? രാഷ്ട്രപതി. നാമനിർദ്ദേശം ചെയ്യുന്നവർ ഏത് മേഖലകളിൽ മികവുള്ളവരായിരിക്കണം? സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം. നാമനിർദ്ദേശം ചെയ്യുന്നവർ ഏത് മേഖലകളിൽ മികവുള്ളവരായിരിക്കണം? സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹ്യ സേവനം. രാജ്യസഭയിലെ അംഗത്വം കാലാവധി എത്ര വർഷം? 6 വർഷം. രാജ്യസഭയിലെ അംഗത്വ കാലാവധി എത്ര വർഷം? 6 വർഷം. രാജ്യസഭയിലെ ഓരോ 2 വർഷത്തിലൊരിക്കൽ എത്രമാത്രം അംഗങ്ങൾ വിരമിക്കുന്നു? 1/3. രാജ്യസഭയിലെ ഓരോ 2 വർഷത്തിലൊരിക്കൽ എത്രമാത്രം അംഗങ്ങൾ വിരമിക്കുന്നു? 1/3. രാജ്യസഭ എപ്പോഴാണ് പിരിച്ചുവിടപ്പെടുന്നത്? പിരിച്ചുവിടാനാവില്ല. പെർമനന്റ് ഹൗസ്. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം എപ്പോൾ നടന്നു? 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം എപ്പോൾ നടന്നു? 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷനാര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ ആദ്യ അധ്യക്ഷനാര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാര്? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെ അംഗങ്ങൾ. രാജ്യസഭയുടെ ഉപാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ആര്? രാജ്യസഭയിലെ അംഗങ്ങൾ. രാജ്യസഭയിലെ നേതാവിനെ എന്ത് വിളിക്കുന്നു? ലീഡർ ഓഫ് ദി ഹൗസ്. രാജ്യസഭയിലെ നേതാവിനെ എന്ത് വിളിക്കുന്നു? ലീഡർ ഓഫ് ദി ഹൗസ്. പ്രധാനമന്ത്രി ഏത് സഭയിലെ അംഗമാകാം? ലോക്സഭയോ രാജ്യസഭയോ? പ്രധാനമന്ത്രി ഏത് സഭയിലെ അംഗമാകാം? ലോക്സഭയോ രാജ്യസഭയോ? രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. രാജ്യസഭയുടെ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ കുറഞ്ഞ പ്രായം എത്ര? 30 വയസ്സ്. രാജ്യസഭയുടെ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ കുറഞ്ഞ പ്രായം എത്ര? 30 വയസ്സ്. രാജ്യസഭയുടെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെ? സംസ്ഥാന സഭാംഗങ്ങൾ വഴി. അനുപാതിക പ്രതിനിധാനം. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. രാജ്യസഭയുടെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെ? സംസ്ഥാന നിയമസഭാംഗങ്ങൾ വഴി. ആനുപാതിക പ്രതിനിധാനം. രാജ്യസഭയുടെ യോഗം വിളിക്കുന്നത് ആര്? രാഷ്ട്രപതി. രാജ്യസഭയുടെ യോഗം വിളിക്കുന്നത് ആര്? രാഷ്ട്രപതി. രാജ്യസഭയിൽ മലയാളത്തിന് അനുമതി ലഭിച്ചത് 1967. രാജ്യസഭയിൽ മലയാളത്തിന് അനുമതി ലഭിച്ചത് 1967. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് രാജ്യസഭ അധ്യക്ഷൻ, വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് രാജ്യസഭ അധ്യക്ഷൻ. രാജ്യസഭയുടെ ക്വാറം എത്ര? അംഗങ്ങളുടെ 10%. രാജ്യസഭയുടെ ക്വാറം എത്ര? അംഗങ്ങളുടെ 10%. രാജ്യസഭയുടെ നിയമാവലി. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്. രാജ്യസഭയുടെ നിയമാവലി. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസ്. രാജ്യസഭയുടെ ബില്ലുകൾ എവിടെ ആരംഭിക്കാം? ലോക്സഭയിലോ രാജ്യസഭയിലോ? രാജ്യസഭയുടെ ബില്ലുകൾ എവിടെ ആരംഭിക്കാം? ലോക്സഭയിലോ രാജ്യസഭയിലോ? പണബിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സഭ? രാജ്യസഭ. പണബിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സഭ? രാജ്യസഭ. രാജ്യസഭ പണബില്ലിനെ എത്ര ദിവസം വരെ താമസിപ്പിക്കാം? 14 ദിവസം. രാജ്യസഭ പണബില്ലിനെ എത്ര ദിവസം വരെ താമസിപ്പിക്കാം? 14 ദിവസം. രാജ്യം മുഴുവൻ പ്രതിനിധീകരിക്കുന്ന സഭ? രാജ്യസഭ. രാജ്യം മുഴുവൻ പ്രതിനിധീകരിക്കുന്ന സഭ? രാജ്യസഭ. സംസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്ന അനുപാതം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. സംസ്ഥാനങ്ങൾ പ്രതിനിധീകരിക്കുന്ന അനുപാതം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. രാജ്യസഭാ അംഗങ്ങളുടെ വേതനം നിശ്ചയിക്കുന്നത് പാർലമെന്റ്. രാജ്യസഭാ അംഗങ്ങളുടെ വേതനം നിശ്ചയിക്കുന്നത് പാർലമെന്റ്. രാജ്യസഭയുടെ പ്രവർത്തനകാലം സ്ഥിരമായത് പെർമനന്റ്. രാജ്യസഭയുടെ പ്രവർത്തനകാലം സ്ഥിരമായത് പെർമനന്റ്. ലോക്സഭ പിരിച്ചുവിട്ടാലും പ്രവർത്തനം തുടരുന്ന സഭ? രാജ്യസഭ. ലോക്സഭ പിരിച്ചുവിട്ടാലും പ്രവർത്തനം തുടരുന്ന സഭ? രാജ്യസഭ. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? സംസദ് ഭവൻ, ന്യൂഡൽഹി. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം? സംസദ് ഭവൻ, ന്യൂഡൽഹി. രാജ്യസഭയുടെ ഭാഷാ പട്ടിക 22 ഭാഷകൾ. രാജ്യസഭയുടെ ഭാഷാ പട്ടിക 22 ഭാഷകൾ. രാജ്യസഭയിലെ നാമനിർദ്ദേശം സാധാരണയായി ആർക്ക് ലഭിക്കുന്നു? പ്രശസ്ത വ്യക്തികൾക്ക്.
രാജ്യസഭയിലെ നാമനിർദ്ദേശം സാധാരണയായി ആർക്ക് ലഭിക്കുന്നു? പ്രശസ്ത വ്യക്തികൾക്ക്. രാജ്യസഭയുടെ ഭരണഘടനാ അടിസ്ഥാന ആർട്ടിക്കിൾ 80. രാജ്യസഭയുടെ ഭരണഘടനാ അടിസ്ഥാന ആർട്ടിക്കിൾ 80. രാജ്യസഭയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1952. രാജ്യസഭയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1952. രാജ്യസഭയിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് അംഗങ്ങൾ. രാജ്യസഭയിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് അംഗങ്ങൾ. അംഗങ്ങൾ രാജിവെക്കുകയോ വിരമിക്കുകയോ ചെയ്താൽ. രാജ്യസഭയിലെ ഏറ്റവും ചെറുപ്പപ്രായമുള്ള അംഗം, ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രായം കുറവ്, സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലെ ഏറ്റവും ചെറുപ്പപ്രായമുള്ള അംഗം, ഇതുവരെയുള്ളതിൽ ഏറ്റവും പ്രായക്കുറവ്, സച്ചിൻ ടെണ്ടുൽക്കർ. രാജ്യസഭയിലെ അംഗങ്ങൾ എത്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. കുറച്ച് പ്രതിനിധികൾ. രാജ്യസഭയിലെ അംഗങ്ങൾ എത്ര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. രാജ്യസഭയുടെ പ്രധാന ചുമതല സംസ്ഥാനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക. രാജ്യസഭയുടെ പ്രധാന ചുമതല സംസ്ഥാനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക. പണബില്ലല്ലാത്ത ബില്ലുകൾ 2 സഭകളും പാസാക്കേണ്ടത് ആവശ്യമാണ്. രാജ്യസഭയുടെ പ്രസിഡന്റ്. ചെയർമാൻ ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭയുടെ പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭ അധ്യക്ഷൻ വോട്ട് ചെയ്ത ഏത് സാഹചര്യത്തിൽ? ടൈ ഉണ്ടായാൽ മാത്രമേ വോട്ട് ചെയ്യൂ. രാജ്യസഭ അധ്യക്ഷന്റെ വോട്ട് ഏത് സാഹചര്യത്തിൽ? ടൈ ഉണ്ടായാൽ മാത്രമേ വോട്ട് ചെയ്യൂ. രാജ്യസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ എത്ര? കുറഞ്ഞത് 2. രാജ്യസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ എത്ര? കുറഞ്ഞത് 2. രാജ്യസഭയുടെ ബിസിനസ് നിർണ്ണയിക്കുന്നത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. രാജ്യസഭയുടെ ബിസിനസ് നിർണ്ണയിക്കുന്നത് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. രാജ്യസഭയിലെ അംഗത്വം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അയോഗ്യത, രാജി, മരണം. രാജ്യസഭയിലെ അംഗത്വം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അയോഗ്യത, രാജി, മരണം. രാജ്യസഭയിലെ അംഗങ്ങൾക്ക് എം.എൽ.എമാർ വഴി തിരഞ്ഞെടുപ്പ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. രാജ്യസഭയിലെ അംഗങ്ങൾക്ക് എം.എൽ.എമാർ വഴി തിരഞ്ഞെടുപ്പ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ. രാജ്യസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ എസ്.എൻ. മുഖർജി. രാജ്യസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ എസ്.എൻ. മുഖർജി. രാജ്യസഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഏത് സംസ്ഥാനത്തു നിന്ന്? ഉത്തർപ്രദേശ്. രാജ്യസഭയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഏത് സംസ്ഥാനത്തു നിന്ന്? ഉത്തർപ്രദേശ്. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗസംഖ്യ 9. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗസംഖ്യ 9. രാജ്യസഭയുടെ സംവാദ ഭാഷ ഹിന്ദി, ഇംഗ്ലീഷ്. രാജ്യസഭയുടെ സംവാദ ഭാഷ ഹിന്ദി, ഇംഗ്ലീഷ്. രാജ്യസഭയിലെ അംഗത്വ യോഗ്യത ഇന്ത്യൻ പൗരൻ, 30 വയസ്സ്, മറ്റ് അയോഗ്യത ഉണ്ടാവരുത്. രാജ്യസഭയിലെ അംഗത്വ യോഗ്യത ഇന്ത്യൻ പൗരൻ, 30 വയസ്സ്, മറ്റ് അയോഗ്യത ഉണ്ടാവരുത്. രാജ്യസഭയുടെ സീറ്റുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജനസംഖ്യാനുപാതം. രാജ്യസഭയുടെ സീറ്റുകൾ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജനസംഖ്യാനുപാതം. രാജ്യസഭയിലെ നിയമാവലി ഭേദഗതി അവതരിപ്പിക്കാൻ കഴിവുള്ളവർ അംഗങ്ങൾ. രാജ്യസഭയിലെ നിയമാവലി ഭേദഗതി അവതരിപ്പിക്കാൻ കഴിവുള്ളവർ അംഗങ്ങൾ. രാജ്യസഭയിലെ വോട്ടിംഗ് രീതി വോട്ട് അല്ലെങ്കിൽ ഡിവിഷൻ. രാജ്യസഭയിലെ വോട്ടിംഗ് രീതി വോട്ട് അല്ലെങ്കിൽ ഡിവിഷൻ. രാജ്യസഭയിലെ പാർലമെന്ററി കമ്മിറ്റികൾ എത്രയുണ്ട്? വിവിധ വിഭാഗങ്ങൾ: സ്റ്റാൻഡിംഗ്, സെലക്ട്, ജോയിന്റ്. രാജ്യസഭയിലെ ലിമിറ്റഡ് പവറുള്ള ബിൽ മണി ബിൽ. രാജ്യസഭയിലെ ലിമിറ്റഡ് പവറുള്ള ബിൽ മണി ബിൽ. രാജ്യസഭയുടെ ക്വാറം ഇല്ലെങ്കിൽ യോഗം നിർത്തിവെക്കും. രാജ്യസഭയുടെ ക്വാറം ഇല്ലെങ്കിൽ യോഗം നിർത്തിവെക്കും. രാജ്യസഭയിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. രാജ്യസഭയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. രാജ്യസഭയിൽ ബിൽ പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം സാധാരണ ഭൂരിപക്ഷം. രാജ്യസഭയിൽ ബിൽ പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം സാധാരണ ഭൂരിപക്ഷം. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ആരംഭിക്കാവുന്നത് ലോക്സഭയിലോ രാജ്യസഭയിലോ. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ആരംഭിക്കാവുന്നത് ലോക്സഭയിലോ രാജ്യസഭയിലോ. പണബില്ലിൽ രാജ്യസഭയുടെ പങ്ക് ശുപാർശ മാത്രം. പണബില്ലിൽ രാജ്യസഭയുടെ പങ്ക് ശുപാർശ മാത്രം. രാജ്യസഭയുടെ അധ്യക്ഷൻ സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്ത് സത്യവചനം നൽകുന്നത് രാജ്യസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭയുടെ അധ്യക്ഷൻ സ്ഥാനാരോഹണം ചെയ്യുന്ന സമയത്ത് സത്യവചനം നൽകുന്നത് രാജ്യസഭ സെക്രട്ടറി ജനറൽ. രാജ്യസഭയിലെ അംഗങ്ങൾ പെൻഷൻ ലഭിക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സ് ആക്ട് പ്രകാരം. രാജ്യസഭയിലെ അംഗങ്ങൾ പെൻഷൻ ലഭിക്കുന്നത് പാർലമെന്റ് മെമ്പേഴ്സ് ആക്ട് പ്രകാരം. രാജ്യസഭയുടെ അംഗങ്ങൾ പാർട്ടി വിടുകയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ആന്റി ഡിഫെക്ഷൻ ലോ. രാജ്യസഭയുടെ അംഗങ്ങൾ പാർട്ടി വിടുകയാണെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ആന്റി ഡിഫെക്ഷൻ ലോ. രാജ്യസഭയുടെ അംഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. രാജ്യസഭയുടെ അംഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. രാജ്യസഭയുടെ ബിൽസ് പാസാക്കേണ്ട ക്രമം
ലോക്സഭയും രാജ്യസഭയും വേണം, മണി ബില്ലൊഴികെ. രാജ്യസഭയിലെ ക്വാറം കുറവാണെങ്കിൽ യോഗം അഡ്ജോൺ ചെയ്യുന്നു. രാജ്യസഭയിലെ ക്വാറം കുറവാണെങ്കിൽ യോഗം അഡ്ജോൺ ചെയ്യുന്നു. രാജ്യസഭയിലെ അംഗങ്ങളുടെ രാജി സ്വീകരിക്കുന്നത് ആര്? ചെയർമാൻ, വൈസ് പ്രസിഡന്റ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ രാജി സ്വീകരിക്കുന്നത് ആര്? ചെയർമാൻ. രാജ്യസഭയിലെ നിയമസഭാ പ്രതിനിധികൾ ഇലക്ടഡ് MLA. രാജ്യസഭയിലെ നിയമസഭാ പ്രതിനിധികൾ ഇലക്ടഡ് MLA. രാജ്യസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. രാജ്യസഭാ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. രാജ്യസഭയുടെ പ്രധാന കമ്മിറ്റികൾ പ്രിവിലേജസ്, എത്തിക്സ്, ബിസിനസ് അഡ്വൈസറി, റൂൾസ്. രാജ്യസഭയുടെ പ്രധാന കമ്മിറ്റികൾ പ്രിവിലേജസ്, എത്തിക്സ്, ബിസിനസ് അഡ്വൈസറി, റൂൾസ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ നിയമാവലി കണ്ടക്ട് ഓഫ് ബിസിനസ് റൂൾസ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ നിയമാവലി കണ്ടക്ട് ഓഫ് ബിസിനസ് റൂൾസ്. രാജ്യസഭയിലെ റൂൾസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ്. രാജ്യസഭയിലെ റൂൾസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ സ്റ്റാർട്ട് ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കുന്നത് എത്ര ദിവസം? പ്രതിദിനം, ക്വസ്റ്റ്യൻ അവർ. രാജ്യസഭയുടെ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ഉന്നയിക്കുന്നത് എത്ര ദിവസം? പ്രതിദിനം. രാജ്യസഭയുടെ പ്രാഥമിക ഉദ്ദേശം സംസ്ഥാനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുക. രാജ്യസഭയുടെ ആർട്ടിക്കിൾ 80, ആർട്ടിക്കിൾ 104. രാജ്യസഭയുടെ ആർട്ടിക്കിൾ 80, ആർട്ടിക്കിൾ 104. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം 1952 ഏപ്രിൽ 3. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം 1952 ഏപ്രിൽ 3. രാജ്യസഭയിലെ അംഗങ്ങൾ ഏതു വർഷം പ്രതി 3-1 വിരമിക്കുന്നു? ഓരോ 2 വർഷം. രാജ്യസഭയിലെ അംഗങ്ങൾ ഏത് വർഷം പ്രതി 3-1 വിരമിക്കുന്നു? ഓരോ 2 വർഷം. രാജ്യസഭയിലെ അംഗങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാമോ? തിരഞ്ഞെടുക്കാം. രാജ്യസഭയുടെ അംഗങ്ങളുടെ എണ്ണം കുറക്കാനോ കൂട്ടാനോ കഴിവുള്ളത് പാർലമെന്റ് നിയമത്തിലൂടെ. രാജ്യസഭയുടെ അംഗങ്ങളുടെ എണ്ണം കുറക്കാനോ കൂട്ടാനോ കഴിവുള്ളത് പാർലമെന്റ് നിയമത്തിലൂടെ. രാജ്യസഭയിലെ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നത് അംഗങ്ങൾക്കും മന്ത്രിമാർക്കും. രാജ്യസഭയിലെ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയുന്നത് അംഗങ്ങൾക്കും മന്ത്രിമാർക്കും. രാജ്യസഭയിലെ അംഗത്വം നഷ്ടപ്പെടുന്നത് അയോഗ്യത, രാജി, മരണം. രാജ്യസഭയുടെ മുദ്രാവാക്യം സർവീസ് ബിഫോർ സെൽഫ്, സ്പിരിറ്റ് ഓഫ് ഫെഡറലിസം. രാജ്യസഭയുടെ മുദ്രാവാക്യം സർവീസ് ബിഫോർ സെൽഫ്. ആർട്ടിക്കിൾ 79. പാർലമെന്റിന്റെ ഘടന ഭാരതത്തിലെ പാർലമെന്റ് രാഷ്ട്രപതിയെയും ലോക്സഭയെയും രാജ്യസഭയെയും ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 80. രാജ്യസഭയുടെ ഘടന. രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം, തെരഞ്ഞെടുപ്പ് രീതി, നാമനിർദ്ദേശം തുടങ്ങിയവ വ്യക്തമാക്കുന്നു. ആർട്ടിക്കിൾ 81. ലോക്സഭയുടെ ഘടന. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണവും പ്രതിനിധിത്വത്തിന്റെ രീതിയും വ്യക്തമാക്കുന്നു. ആർട്ടിക്കിൾ 82. ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷം സീറ്റുകളുടെ പുനഃക്രമീകരണം. ഓരോ സെൻസസ് കഴിഞ്ഞും സീറ്റുകൾ പുനഃക്രമീകരിക്കാനുള്ള വ്യവസ്ഥ. ആർട്ടിക്കിൾ 83. സഭകളുടെ കാലാവധി. ലോക്സഭയുടെ കാലാവധി 5 വർഷം. രാജ്യസഭ സ്ഥിരമായ സഭയാണ്, പിരിച്ചുവിടാനാവില്ല. ആർട്ടിക്കിൾ 84. അംഗത്വത്തിനുള്ള യോഗ്യത. രാജ്യസഭാംഗത്തിന് കുറഞ്ഞ പ്രായം 30 വയസ്സും ഇന്ത്യയുടെ പൗരത്വവും വേണം. ആർട്ടിക്കിൾ 85. പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ. രാഷ്ട്രപതി പാർലമെന്റ് സമ്മേളനം വിളിക്കുന്നു. 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുത്. ആർട്ടിക്കിൾ 86. രാഷ്ട്രപതിയുടെ അഭിസംബോധനാവകാശം. രാഷ്ട്രപതി പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനും സന്ദേശം അയക്കാനും കഴിയണം. ആർട്ടിക്കിൾ 87. രാഷ്ട്രപതിയുടെ പ്രത്യേക അഭിസംബോധന ഓരോ വർഷത്തിന്റെ തുടക്കത്തിലും പുതിയ ലോകസഭ രൂപവൽക്കരിച്ച ശേഷവും രാഷ്ട്രപതി 2 സഭകളെയും അഭിസംബോധന ചെയ്യും. ആർട്ടിക്കിൾ 88. മന്ത്രിമാർക്കും അറ്റോർണി ജനറലിനും ലഭ്യമായ അവകാശങ്ങൾ. അവർ അംഗങ്ങളല്ലെങ്കിലും സഭകളിൽ പങ്കെടുക്കാം, പക്ഷെ വോട്ട് ചെയ്യാനാവില്ല. ആർട്ടിക്കിൾ 89. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഉപാധ്യക്ഷനെ രാജ്യസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കും. ആർട്ടിക്കിൾ 90. ഉപാധ്യക്ഷന്റെ സ്ഥാനമൊഴിയൽ അല്ലെങ്കിൽ നീക്കം രാജി നൽകുകയോ സഭാ പ്രമേയത്തിലൂടെ നീക്കം ചെയ്യുകയോ ചെയ്യാം. ആർട്ടിക്കിൾ 91. അധ്യക്ഷൻ ഇല്ലാത്തപ്പോൾ ചുമതല വഹിക്കൽ. അധ്യക്ഷൻ ഇല്ലാത്തപ്പോൾ ഉപാധ്യക്ഷൻ പ്രവർത്തിക്കും. ആർട്ടിക്കിൾ 92. പാർലമെന്റിന്റെ സെക്രട്ടേറിയറ്റ്. പാർലമെന്റിന് പ്രത്യേക സെക്രട്ടേറിയറ്റ് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 93. ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ലോക്സഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 94. സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിയാനുള്ള നിബന്ധനകൾ, രാജി നൽകൽ, നീക്കം ചെയ്യൽ തുടങ്ങിയവ. ആർട്ടിക്കിൾ 95. സ്പീക്കർ ഇല്ലാത്തപ്പോൾ ചുമതല വഹിക്കൽ. ഡെപ്യൂട്ടി സ്പീക്കർ പ്രവർത്തിക്കും. ആർട്ടിക്കിൾ 96. പ്രസിഡന്റ് അഭിസംബോധനയ്ക്കു ശേഷം ചർച്ച. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനു ശേഷം ഇരുസഭകളും നന്ദി പ്രമേയം പാസാക്കും.
ആർട്ടിക്കിൾ 97 പാർലമെന്റ് ഓഫീസർമാരുടെ ശമ്പളം, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചെയർമാൻ മുതലായവരുടെ ശമ്പള നിയമം നിശ്ചയിക്കും. ആർട്ടിക്കിൾ 98 പാർലമെന്റ് സ്റ്റാഫ്, പാർലമെന്റിന് സ്വന്തം സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 99 അംഗങ്ങളുടെ സത്യവാചകം, പാർലമെന്റ് അംഗങ്ങൾ അംഗത്വം ഏറ്റെടുക്കുമ്പോൾ സത്യവാചകം ചെയ്യണം. ആർട്ടിക്കിൾ 100 വോട്ടിംഗ്, ക്വാറം തുടങ്ങിയവ അംഗങ്ങളുടെ 10% ക്വാറം വേണം. അധ്യക്ഷന്റെ വോട്ട് ടൈ ഉണ്ടായാൽ മാത്രമേ പരിഗണിക്കൂ. ആർട്ടിക്കിൾ 101 സീറ്റ് ഒഴിയേണ്ട സാഹചര്യം, 2 സഭകളിൽ അംഗത്വം, രാജി, അയോഗ്യത തുടങ്ങിയവയിൽ സീറ്റ് ഒഴിയണം. ആർട്ടിക്കിൾ 102 അംഗത്വ യോഗ്യതകൾ, അഴിമതി, ലാഭമുള്ള സ്ഥാനം, പൗരത്വ നഷ്ടം എന്നിവയാൽ അയോഗ്യത ഉണ്ടാകും. ആർട്ടിക്കിൾ 103 അയോഗ്യത സംബന്ധിച്ച തീരുമാനം രാഷ്ട്രപതിയാണ് തീരുമാനമെടുക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം തേടിയ ശേഷം. ആർട്ടിക്കിൾ 104 യോഗ്യതയില്ലാതെ പങ്കെടുക്കുന്നത് സംബന്ധിച്ച ശിക്ഷ, സത്യവാചകം ചെയ്യാതെയോ അയോഗ്യതയുള്ള നിലയിലോ പങ്കെടുക്കുന്നവർക്ക് പിഴ ലഭിക്കും. താങ്ക് യു.